അപ്പോൾ കൊറിയൻ സ്കിൻ കെയറിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, വീട്ടിൽ അരിപ്പൊടി ഉണ്ടല്ലോ, വറുത്ത് പൊടിച്ചല്ല, വറക്കാത്ത അരി, അതിൻ്റെ തരിവരിപ്പൊക്കെ മാറി നല്ല സോഫ്റ്റ് ആയിട്ട് അരിപ്പൊടി എടുക്കുക. അതൊരു 2 സ്പൂൺ എടുക്കുക. അതിലേക്ക് 1.5 സ്പൂൺ വരുന്ന ഹണി, തേൻ ചേർക്കുക. പിന്നെ മെയിൻ സാധനം നമ്മുടെ യോഗേർട്ട് തന്നെയാണ്, അതൊരു 1 സ്പൂണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യണം. ഒന്നെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല, കാരണം ആ ഒരു പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യോഗേർട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറ്റാർവാഴ, ഒത്തിരിയല്ല, കറ്റാർവാഴ ഇല്ലാത്തൊരു ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ കറ്റാർവാഴ ചേർക്കുന്നത്. അതൊരു 1/4 സ്പൂൺ വരുന്ന കറ്റാർവാഴ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇല്ല എങ്കിൽ നമ്മുടെ റൈസ് പൗഡറും ഹണിയും യോഗട്ടും കൂടെ ചെയ്ത് മിക്സ് ചെയ്ത് പാക്കായിട്ട് ഒരു 15 മിനിറ്റ്സ് ഫേസിലിട്ടേക്കാം. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് നോക്കി. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാകും. സ്കിന്നൊരു ഗ്ലോ, ഗ്ലാസ് സ്കിന്നോ അല്ലെങ്കിൽ എന്താ പറയുക, കൊറിയൻ സ്കിൻ കെയറോ അങ്ങനെയൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക.